ഹായ് ഗൈസ്, ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ? നാളെ കർക്കിടക വാവാണ്. ഇന്ന് നോൻപെടുക്കുന്നവരുണ്ടാവും അല്ലേ? അതുപോലെ ഞാനും നോൻപെടുത്തു. രാവിലെ എഴുന്നേറ്റു, കുളിച്ചു, വിളക്കൊക്കെ ഒന്ന് കത്തിച്ചു. പിന്നെ ഇന്ന് നമുക്ക് നല്ല വിഷമമുള്ള ദിവസമായിരിക്കും അല്ലേ? നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് നമ്മൾ നോൻപെടുക്കുന്നത്. എടുത്ത് നാളെ ബലിയിടാൻ പോകുമ്പോഴൊക്കെ ഈ ഒരു ദിവസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മളെ മനസ്സിലൊരു വല്ലാത്തൊരു വിഷമമായിരിക്കും അല്ലേ? എനിക്കുണ്ട് അതുപോലെ കേട്ടോ. ഏറ്റവും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ അമ്മ എന്ന് പറയുന്നത് അല്ലേ? എനിക്ക് അമ്മ മരിച്ച് ഇത്ര വർഷമായി, പക്ഷേ നമുക്ക് ഇത്രയും പ്രായമായി. എന്നാൽ പോലും നമുക്ക് അമ്മേനെ ഓർക്കുന്ന സമയത്തൊരു വല്ലാത്ത വിഷമമാണല്ലേ? അമ്മേൻ്റെ ആ ഒരു സാന്നിധ്യമുള്ള സമയത്ത് നമുക്കൊരു ധൈര്യമാണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മളെ അമ്മ നമ്മളെ കൂടെയുണ്ട്. ഒന്ന് കരയണമെന്ന് വിചാരിച്ചാലോ, വിഷമം വന്നാലും സന്തോഷം വന്നാലും നമുക്ക് ഓടിപ്പോയി പറയാൻ പറ്റുന്ന അമ്മേൻ്റെ അടുത്താണ് അല്ലേ? ഇപ്പം ഞാൻ പറയാറ് ദൈവത്തിനോടാണ് കൂടുതലും കേട്ടോ. നമുക്കതും ഒരു ഇതല്ലേ. എനിക്ക് വിഷമം വന്നാൽ ദൈവത്തിനോട് ശരിക്കും സങ്കടവും സന്തോഷവും ഒക്കെ പറയാറുണ്ട് കേട്ടോ. സന്തോഷം വന്നാലും മറക്കില്ല, സങ്കടം വന്നാലും അതേപോലെ തന്നെയാണ്, ഓടിപ്പോയി പറയും. അത് കഴിഞ്ഞു, പ്രാർത്ഥിച്ച് കഴിഞ്ഞു, ഒരു ചായ ഉണ്ടാക്കി. നമ്മൾ രണ്ടുപേരും, ഞാനും വിനോദനും കൂടെ ചായ കുടിച്ചു. ഞാനൊരു കപ്പിൽ നിറച്ചും ചായ എടുത്തു കേട്ടോ. കാരണം ഞാൻ ഇന്ന് രാവിലെ ഒന്നും കഴിക്കുന്നില്ല, ഒരു ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ. പിന്നെ ഉച്ചക്കത്തെ പരിപാടി, കാരണം ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം. വേറൊന്നും ഞാൻ രാവിലെ ഉണ്ടാക്കിയില്ല. വിനോദനോട് പറഞ്ഞു, എടി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായി. പക്ഷേ എനിക്കതൊന്നും വേണം തോന്നിയില്ല. ഉച്ചയ്ക്ക് ചോറുണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതി എന്നൊരു തോന്നൽ, ചായ മാത്രം കുടിച്ചു. അങ്ങനെ ഞാൻ പരിപ്പൊക്കെ അടുപ്പത്തിട്ടു. സാമ്പാറിൻ്റെ പരിപാടിയിലാണ്. ഞാൻ കൂടുതലൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല കേട്ടോ. ഒരു സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു മെഴുക്ക് വരട്ടി, ബീൻസ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറ്, പപ്പടം, അച്ചാറ്, മോര്, ഇത്രയും സാധനം മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. പരിപ്പ് വെന്തു, അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുപ്പത്തിടുകയാണ്. അതൊന്ന് വെന്തതിന് ശേഷം പുളിയൊക്കെ ഒഴിച്ച് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇപ്പുറത്ത് ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ പരിപ്പൊക്കെ വെന്തോ, കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്നിളക്കി. പിന്നെ ഞങ്ങൾ ഈ പറയാറുണ്ട്, എങ്ങനെയെന്നറിയാം, ഉപ്പ് നോക്കാൻ പാടില്ല എന്നൊക്കെ. അതെല്ലാവരുടെയും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഇന്ന് നോൻപെടുത്ത് കഴിഞ്ഞാൽ കറീൻ്റെ ഒന്നിൻ്റെ ഉപ്പ് നോക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കാം. അതെല്ലാ സ്ഥലത്തും അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല, ചില സ്ഥലത്തേ ചിലപ്പോൾ കാണുള്ളൂ കേട്ടോ. ഞാൻ ഒന്നിൻ്റെ ഉപ്പ് നോക്കിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്ന് ചിലപ്പോൾ ആരും കഴിക്കലുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, എല്ലാത്തിനും കണക്കായിട്ടുള്ള ഉപ്പായിരുന്നു. ഞാൻ സാമ്പാർ ഉണ്ടാക്കി ഇറക്കി വെച്ചതിന് ശേഷം ചീഞ്ചട്ടി വെച്ച് പപ്പടം വറുത്തു. കാരണം പപ്പടം വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് തന്നെ നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ആദ്യം പപ്പടം വറുത്തു, അതിനകത്ത് ഞാൻ ബീൻസ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. പിന്നെ ഇടയ്ക്ക് വിനോദനൊന്ന് വന്നു, എന്നിട്ട് എന്നെ ഒന്ന് സഹായിച്ചു തന്നു. ഒന്ന് ഇളക്കലൊക്കെയാണ് കേട്ടാ, പക്ഷെ എന്നാലും അതൊരു സന്തോഷമാണ് കേട്ടോ. എന്നെ സഹായിച്ചു തന്നിട്ടുണ്ടായി കേട്ടോ, എന്തൊക്കെയോ എന്നെ സഹായിച്ചു തന്നിട്ടുണ്ടായി. അതെപ്പോഴും എന്നെ സഹായിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ മുടിയൊക്കെ കണ്ട ഇങ്ങനെ വളർത്താൻ വേണ്ടിയിട്ട് വെട്ടാണ്ട് വെക്കുകയാണ്, പക്ഷേ ചുരുള മുടിയായത് കാരണം വളരുന്നില്ല. ഇന്ന് എന്നോട് പറയാണ്, എടി ഞാൻ പോയിട്ട് മുടി വിട്ടു കേട്ടോ, എനിക്ക് വയ്യാന്ന്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് വളർത്തുന്നതാണ് കേട്ടോ. പിന്നെ അങ്ങനെ എന്നെ സഹായിച്ചു, മെഴുക്ക് വരട്ടി ഇത് ഇളക്കാനൊക്കെ വന്ന് സഹായിച്ചു തന്നു. അന്നേരം ഞാനൊരു വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മോരടിച്ചു കേട്ടോ. ചില മോരും കാന്താരിയും കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോരെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ പുറത്ത് വാങ്ങിക്കൽ കുറവാണ്. ഞാൻ തൈര് ഉറയൊഴിച്ച് ഒന്ന് ചെറിയൊരു പുളി വന്നതിന് ശേഷം ഞാനത് മിക്സിയിലിട്ട് അടിച്ച്, പിന്നെ ഈ കറിവേപ്പില നമ്മൾ കഴുകിയിട്ട് അടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതെന്തിനാണെന്നറിയാം, ഒന്ന് നല്ല പുളി വരും, പിന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. നല്ല നമ്മളെ നാടൻ മോരൊക്കെ ഇല്ലേ, അതേപോലെയുള്ള ഗുണങ്ങൾ കിട്ടും. നമ്മൾ മോരടിച്ചിട്ട് കറിവേപ്പില ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പണ്ട് അമ്മയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാനിതിപ്പോൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റായിരിക്കും അങ്ങനെ മോരടിച്ച് കഴിഞ്ഞാൽ. അതിലിടയ്ക്ക് വിനോദൻ എനിക്ക് വിശക്കുന്നുണ്ടായി, ഞാനൊന്നും കഴിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് പോയി കരിക്ക് കൊത്തി എനിക്ക് കൊണ്ടുതന്നത് മാത്രമല്ല കേട്ടോ, എനിക്കത് കപ്പിനകത്താക്കി ഒഴിച്ച് എനിക്ക് തന്നു. ഞാനത് കുടിച്ചു. പിന്നെ എന്താണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടികൾ. എനിക്ക് വെള്ളം കൊണ്ട് തരികയാണ്. തീറ്റിക്കാനൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. ഞാൻ ഇത്ര വണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല. ബിനുവേട്ടൻ്റെ ഒറ്റ കുരുത്തക്കേട് കാരണമാണ് ഞാൻ ഇത്രയും വണ്ണം വെച്ചേക്കുന്നത്. ഇപ്പം ഞാൻ കുറയാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. അങ്ങനെ കരിക്കും വെള്ളം കുടിച്ചു. അപ്പോൾ ഇളനീര് എനിക്ക് തന്നു കേട്ടോ, ഞാൻ കഴിച്ചില്ല. ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ ഏകദേശം ഉച്ചയായി. വിനോദം പോയി എനിക്കൊരു ഇല കൊണ്ട് തന്നു. ഞാൻ മാത്രമേ ഇലയിൽ കഴിച്ചുള്ളൂ, വേറെ ആരും ഇലയിലൊന്നും കഴിച്ചില്ല.
അമ്മക്ക് ഏറ്റവും ഇഷ്ടം ഇലയിൽ കഴിക്കുന്നതൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ വെച്ചു ഞാനും അങ്ങനെ ഇന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തൈര്, മെഴുക്കുവരട്ടി, ചോറ്, സാമ്പാർ, പപ്പടം, അച്ചാർ എല്ലാം കൂടി എനിക്ക് വിനോട്ടം വിളമ്പി തന്നു കേട്ടോ. അതൊരു സന്തോഷമല്ലേ, നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ വിളമ്പി തരുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അത് വലിയൊരു കാര്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വിനോട്ട ചോറൊക്കെ വിളമ്പി തന്നു, ഭയങ്കര സന്തോഷമായി. വിളമ്പിക്കൊണ്ടിരിക്കുക, ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ അറിഞ്ഞില്ല, എനിക്ക് ഒരുപാട് വിളമ്പിന്നേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കഴിച്ചില്ല എന്ന്. ഞാൻ മൊത്തം കഴിച്ചു കേട്ടോ. എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു, ഞാനത് മൊത്തം കഴിച്ചു. പിന്നെ വിനോട്ട പ്ലേറ്റിലാണ് ചോറെടുത്തത് കേട്ടോ. വിനോട്ടം പ്ലേറ്റിൽ ചോറെടുത്തു. എനിക്ക് 2 പപ്പടമൊക്കെ തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ നോൻപ് ഇതായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിടയ്ക്ക് വീഡിയോ എടുത്തപ്പോൾ എന്തോ ആയിപ്പോയി കേട്ടോ, ക്ഷമിക്കണം. ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ.